Good morning. So last class we discussion field at a point due to an electric dipole axial point field in the discussion. This is the equatorial point discussion start ചെയ്യാൻ പോവാണ്. നോക്കൂ ഒരു electric dipole ആണ് minus q plus q separated by a distance 2a. We consider an equatorial point that is at a distance r from the center of the electric dipole, right? So ഈ പോയിന്റിൽ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊസീജിയർ അറിയാം. അവിടെ ഒരു യൂണിറ്റ് ചാർജിന് വെക്കണം. +1 c വെച്ചു. +1 c വെച്ചാൽ ഈ പ്ലസ് ക്യൂ അവനെ എന്ത് ചെയ്യോടാ, റിപ്പൽ ചെയ്യും. നോക്കൂ, ഈ ഡിസ്റ്റൻസ് എ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 2a. ദിസ് ഡിസ്റ്റൻസ് ഈസ് a ആൻഡ് ദിസ് പോയിന്റ് ഈസ് അറ്റ് ഡിസ്റ്റൻസ് r ഫ്രം ഇറ്റ്. സോ ഇതിനെ നമ്മൾ എക്സ് എന്ന് മാർക്ക് ചെയ്യാണ്. ആർന്ന് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലസ് ക്യൂവിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ആക്കില്ല ഒരു +1 c വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ക്യൂ അവനെ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. സോ ദാറ്റ് ഇസ് എ direction of field at this point due to the charge plus q kept at the point b. അതുകൊണ്ടാണ് ഞാൻ ഇ ബി എന്നതിനെ റെപ്രസെന്റ് ചെയ്തത്. ഇനി കേട്ടോ, എയിലിരിക്കുന്ന മൈനസ് ക്യൂ ചാർജ് വരെ എന്ത് ചെയ്യും, മൈനസ് ക്യൂ പ്ലസിനെ അട്രാക്ട് ചെയ്യും. അട്രാക്റ്റിന്റെ ഡയറക്ഷൻ സെൻട്രൽ ഫോഴ്സ് ആണ്, ആക്ട്സ് ത്രൂ ദ ലൈൻ കണക്ടിങ്, സ്ട്രേറ്റ് ലൈൻ കണക്ടിങ് ദ ടു ചാർജസ്. സോ ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് എ, ലൈൻ ഓഫ് ആക്ഷൻ മനസ്സിലായി. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇ എ. ഇനി നോക്കിയേ, ചാർജിന് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ക്യൂ ആണ്, ഡിസ്റ്റൻസ് രണ്ടും എക്സ് ആണ്. അപ്പോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എയും ഇ ബിയും ഈക്വൽ ആണ്. സംശയമൊന്നുമില്ലല്ലോ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പോയിന്റ് ചാർജ് ആണ്, കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. ക്യൂവും ആറും സെയിം ആണ്. അപ്പോൾ ഫീൽഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇന്റൻസിറ്റീസ് ആർ ദ സെയിം. Now so the net field is a vector sum of E and EB. Vector summation ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചെയ്യാം. ഇവിടെ ആംഗിൾ ഈസ് അൺനോൺ ടു എസ്, കാരണം എനിക്ക് ഏത് പോയിന്റിൽ വേണോ എടുക്കാം. അക്കോർഡിംഗ്ലി ദ വാല്യൂ ഓഫ് തീറ്റ വേരീസ്. അപ്പോൾ ജനറൽ എക്സ്പ്രഷനിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഐ ക്യാൻ റിസോൾവ് ദിസ് ഇ ബി ഇൻ ടു കമ്പോണൻസ്. ഇ ബി യെ ഞാൻ എൻ്റെ കമ്പോണൻ്റ് ആക്കി മാറ്റാൻ പോവാണ്. ഇ ബിയുടെ ഈ കമ്പോണന്റ് ഇ എ cos theta, right? That can be resolved into rectangular components, and this component is not out. So okay, this is EB. Okay, it is EB cos theta and this is EB sin theta. Similarly, this EA can be resolved into two components. One is EA cos theta and other is, okay, that's good. It is ഇ എ സൈൻ തീറ്റ. നോക്കൂ, മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ ഇ എയും ഇ ബിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ ഇ ബി സൈൻ തീറ്റയും ഇ എ സൈൻ തീറ്റയും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ആണ്. അപ്പൊ ഈ രണ്ട് കമ്പോണന്റ് എന്ത് ചെയ്തു പോവും, ക്യാൻസൽ ചെയ്യും. Is that clear? So we resolve EB and EA into rectangular components. So the sine components cancels each other. അപ്പോൾ ഈ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ we have to consider only the cos components. So the resultant field is at the equatorial point. The resultant field is, suppose as usual, the resultant field is the vector sum of the individual components, and this is nothing but EA cos theta plus EB cos theta. Your answer is EA equals EB equals, let it be E, and that is 2E cos theta. So your answer is 2 into, what is E? E is K cubed by R square. What is R? Here R is X. So your answer is X squared into cos theta. So നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊണ്ടുവരാം അല്ലേടാ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കിയേ, കണ്ടല്ലോ. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൽ cos theta is adjacent side by hypotenuse a by x. Now the term is q into 2a. What is that? Q into 2a? Q into 2a? Yes, dipole moment. So you can write k into 2 into qa, that is p by x cube. കംപ്ലീറ്റ് ആയില്ലല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ ഫീൽഡ് അറ്റ് ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ എന്നാണ്.
എവിടുത്തെ ഇക്വറ്റോറിയൽ പോയിന്റിൽ. അപ്പോൾ നമ്മൾ എക്സിനെ റീറൈറ്റ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് ആർ. ഇഫ് എ ഈസ് നോൺ, അപ്ലൈ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയി അല്ലേ. എക്സ് സ്ക്വയർ ഈസ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, or x is square root. So what is x cube? A squared plus r squared the whole raised to 3 by 2. ഈ വാല്യൂ എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get k equals p by a square plus r square the whole raised to 3 by 2. Now we treat it as an ideal dipole. For an ideal dipole, last class il paranjadana, ideal dipole ന്റെ length negligible ആണ്. That means if the length is negligible, r is very very greater than a, that means a squared plus r square is taken as r square. Now your answer is equals k into p by. Now this term is r square. The r square the whole raised to 3 by 2. What is r square the whole raised to 3 by 2? Your answer is r cube. So E is k into p by r cube. ഇത് എവിടുത്തെ ഫീൽഡാ? ഇക്വറ്റോറിയൽ. ആക്സിയൽ പോയിന്റിലെ ഫീൽഡ് എത്രയാണ്? k into 2p by r cube. So how this E equatorial and E axial are related? So your answer is E axial is k. Yes, that is E. Sorry. E, okay, this is E equatorial. So E axial is k into p by r cube is E equatorial, 2 times E equatorial. Is that clear? So that is all about the field at a point due to an electric dipole. Is that clear? അപ്പോൾ ഡിസ്കഷൻ ഒന്ന് നോക്കിക്കോളണം. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തു വരാവുന്നുള്ളൂ. ഞാനിവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി വെക്ടറിനെ ഒന്ന് റിസോൾവ് ചെയ്തു. നമ്മുടെ ടോപ്പിക് ഡിസ്കഷൻ കഴിഞ്ഞു. Now the next discussion is about torque. എന്താണ് ടോർക്ക് എന്ന് റൊട്ടേഷണൽ ഡൈനാമിക്സ് കഴിഞ്ഞ വർഷം നിങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ടോർക്ക് ഈസ് ദ ശ്രീറാം ലാൽ കാണാൻ കേൾക്കാനില്ലല്ലോടെ ഉണ്ടല്ലേ. അപ്പോൾ ടോർക്കിനെ കുറിച്ച് പറഞ്ഞതാണ്. ടോർക്ക് എന്താണെന്ന് വെച്ചാൽ ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗാണ് ടോർക്ക്. നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ ഫോഴ്സ് ഉപയോഗിക്കുന്നിടത്തൊക്കെ എവിടെയാണോ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത് ആ സിറ്റുവേഷനിൽ റൊട്ടേഷണൽ ഡൈനാമിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്കും ഫോഴ്സും തമ്മിലുള്ള റിലേഷനും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ഒരു ഡൈപോളിനെ എടുത്തിട്ട് ഈ ഒരു ഡിസ്കഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇതൊരു ഇലക്ട്രിക് ഫീൽഡാണ്. ലെറ്റ് ഇറ്റ് ബി എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ ഫീൽഡ് ലൈൻസ് ഉപയോഗിച്ചാൽ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി represented by parallel, equally spaced parallel lines like this. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും? If the field lines are drawn like this, of course that is a non-uniform. Because flux density അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള സെപ്പറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്ങർ ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യും. ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള സെപ്പറേഷൻ കൂടിയാൽ അത് വീക്കർ ഫീൽഡാണ്. പ്ലസ് ക്യൂ ചാർജ് എന്ന ഫീൽഡ് ലൈൻസിനെ നമ്മൾ വരച്ച രീതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ദേ ആർ ലൈക്ക് ദിസ്. ചാർജ് നകന്നു പോകുമ്പോൾ ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറയും. അക്കോർഡിംഗ്ലി ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈക്വലി സെപ്പറേറ്റഡ് ആയ ലൈൻസ് നിങ്ങൾ വരച്ചു വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതൊരു യൂണിഫോം ഫീൽഡാണ്. ആൻഡ് ദിസ് വൺ ഈസ് എ നോൺ യൂണിഫോം ഫീൽഡ്. സോ ദിസ് ഈസ് എ റെപ്രസെൻറ്റേഷൻ യൂണിഫോം ഫീൽഡ്. നോട്ട്സിലുണ്ടായിരിക്കണം. Non-uniform field. Now you consider the case of a uniform field. ഇതൊരു യൂണിഫോം ഫീൽഡാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യാൻ പോവാണ്. വി പ്ലേസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, so it consists of two equal and opposite charges. Say one is minus q and the other one is plus q.
and the other one is plus q. ബാക്കി പറയടാ. ഇതൊരു ഫീൽഡിലാണ്. ഫീൽഡിൽ വെച്ചിരുന്നാൽ നിനക്കറിയാൻ പറ്റും ഫീൽഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇതൊരു യൂണിഫോം ഫീൽഡ് റീജിയൻ ആണ്. ഇവിടെ നിങ്ങൾ ചാർജിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിന് ഫോഴ്സ് ഒരു യൂണിറ്റ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇ ആണെങ്കിൽ ക്യൂ ചാർജിന് എത്ര ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവർ ആൻസർ ഈസ് ക്യൂ ടൈംസ് ഇ. ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും അത് നോക്കണം അല്ലേ. പ്ലസ് ക്യൂവിനെ ഫീൽഡ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. മൈനസ് ക്യൂവിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ പ്ലസ് ക്യൂ ചാർജ്. മൈനസ് ക്യൂവിനെ ഫീൽഡ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ മൈനസ് ക്യൂ. ഈ പ്ലസ് സൈൻ മീൻ ചെയ്യുന്നത് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ, മൈനസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫീൽഡിന് ഓപ്പോസിറ്റ് എന്ന് മാത്രമാണ്. ചാർജിന്റെ പൊളാരിറ്റി അല്ല ആക്ച്വലി ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഫോഴ്സുകൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഈക്വൽ ഇൻ ദിയർ മാഗ്നിറ്റ്യൂഡ് ബട്ട് ദേ ആർ ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ്. ഒന്ന് മൈനസ് ക്യൂ ഇ ആണ്, മറ്റേത് പ്ലസ് ക്യൂ ഇ ആണ്. അപ്പോൾ ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. ക്യാൻസൽ ചെയ്യണം അല്ലേ. നെറ്റ് ഫോഴ്സ് ഇപ്പൊ ഡൈപോളിൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് എ നെറ്റ് ഫോഴ്സ് ഹിയർ? അപ്പൊ നെറ്റ് ഫോഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറയും അത് പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ ഇ. യുവർ ആൻസർ ഈസ് 0. ബട്ട് ദ ഫോഴ്സസ് ആർ ആക്ട്സ് ലൈക്ക് ദിസ്. ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, ഒരു ഫോഴ്സ് ഇങ്ങോട്ട്. ഒരു ടേബിളിൽ ഒരുത്തൻ അങ്ങോട്ട്, ഒരുത്തൻ ഇങ്ങോട്ട് എന്ന് സംഭവിക്കൂടാ. ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യാൻ പോവുകയാണ്. ഫോഴ്സസ് ആർ ലൈക്ക് ദിസ്. ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതെന്തുണ്ടാക്കും? ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ റൊട്ടേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ടേണിംഗ് എഫക്റ്റ് ഓഫ് എ ഫോഴ്സ് ഈസ് കാൾഡ് ടോർക്ക്. നമ്മൾ ഈ ടോർക്കിനെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് യൂണിഫോം ഫീൽഡിൽ സംശയമൊന്നും വേണ്ട. നെറ്റ് ഫോഴ്സ് ഈസ് ദാറ്റ് ഈസ് ഗുഡ്, ദാറ്റ് ഈസ് ഷ്യൂർ. നൗ അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈപോളിന് ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഡൈപോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്തു. ലെറ്റ് ഡൈപോൾ റൊട്ടേറ്റ് ലൈക്ക് ദിസ്. ഇറ്റ് ടേൺസ് ലൈക്ക് ദിസ്. This is the length of the dipole and I marked it as 2a. നമ്മൾ മുമ്പ് അങ്ങനെയാണ് അല്ലേ. ലെങ്ത് ഓഫ് ഡൈപോൾ ഇസ് 2a. സോ ഫീൽഡിന്റെ ഡയറക്ഷൻ ആൾറെഡി നമ്മൾ നേരത്തെ ഓക്കെ ഫോഴ്സുകൾ മാർക്ക് ചെയ്യാം. This number one force, that is QE plus QE, and this is a second force, that is minus QE. This is a direction of field. ഇത് ഫീൽഡാണ്. എന്ത് ഫീൽഡാണെന്ന് ചോദിച്ചാൽ യൂണിഫോം ഫീൽഡാണ്. യൂണിഫോം ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഈക്വലി സ്പേസിലായ പാരലൈൻസ് ഉപയോഗിച്ചാൽ മതി. സോ ദിസ് ഇസ് എ ഫീൽഡ് ഡയറക്ഷൻ. ഫീൽഡാണ് ഇവനെ ടേൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ടോർക്കിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണ്ട? ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ഫോഴ്സ് ആൻഡ് the perpendicular distance between them. One of the force is QE, okay, and more correctly product of the magnitude of one of the force. അല്ലെങ്കിൽ plus Q എടുക്കണോ മൈനസ് Q എടുക്കണോ അല്ലെ, ഡൗട്ട് ഒന്നും വേണ്ട. the magnitude എടുത്താൽ മതി. ഇപ്പോൾ QE എന്ന് എടുത്താൽ മതി. into perpendicular distance between the two forces. ഇവന്മാർ തമ്മിലുള്ള perpendicular distance എങ്ങനെ കാണൂടാ? ഈ രണ്ട് പോയിന്റ്സ് എ ബി തമ്മിലുള്ള perpendicular distance കാണുമെങ്കിൽ എയിൽ നിന്ന് അടുത്തയിലേക്ക് ലൈൻ ഓഫ് ആക്ഷൻ ഇതാ അല്ലേ. ഏതാണ്? ഇത് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അപ്പോൾ നമ്മളൊരു പെർപെൻഡിക്കുലറിനെ അങ്ങ് വരച്ചു വെച്ചു. നോക്കൂ, ഇത് മൈനസ് ക്യൂ ചാർജ് ആണ്, ഇത് പ്ലസ് ക്യൂ ചാർജ് ആണ്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ, ദിസ് ഈസ് ദ ഡൈപോൾ ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. എവിടെ നിന്ന് അങ്ങോട്ട്? ബിയിൽ നിന്ന് എയിലേക്ക്. എന്താ കാര്യം? ബിയിൽ വെച്ചിരിക്കുന്നത് മൈനസ് ക്യൂ ചാർജിനെയാണ്, എയിൽ വെച്ചിരിക്കുന്നത് പ്ലസ് ക്യൂ ചാർജിനെയാണ്. അപ്പോൾ ഈ ഡൈപോളിന്റെ ആക്സിസ് ഫീൽഡുമായി മേക്ക് ചെയ്ത ആംഗിളിന് കൂടെ ഞാൻ അങ്ങ് മാർക്ക് ചെയ്തു തീറ്റ. തീറ്റ എന്താണ്? പി വെക്റ്റർ. പി മീൻസ് ഡൈപോൾ മൊമെന്റ് വെക്റ്റർ ഇലക്ട്രിക് ഫീൽഡുമായി മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേടാ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലേടാ. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ് എത്രേ?
It is 2a sine theta. So torque is one of the force QE into 2a sine theta. Now, what is Q into 2a? Dipole moment. So your answer is PE sine theta. As we know, both P and E are vectors. It is like AB sine theta. If A and B are vectors, what is AB sine theta? It is A cross B. So in vector format, you can write it is P cross C. In short, when a dipole is placed in a uniform electric field, the net force acting on it is zero, but it experiences a torque, and that is P cross C. This is a story when the dipole is kept in a uniform electric field. എല്ലായിടത്തും ഒരേ ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ മനസ്സിലായി. ഈക്വലി സ്പേസ്ഡ് ആയ പാരലൽ ലൈൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന, അപ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഇതൊരു യൂണിഫോം ഫീൽഡ് ആണെങ്കിലോ? സെക്കൻഡ് അവർ ഡിസ്കഷൻ ഈസ് അബൌട്ട് not uniform but about non-uniform, right? Non-uniform. ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ? നോട്ട്സ് കോഡ് എഴുതിക്കൊള്ളണം. ഓക്കെ, നോൺ യൂണിഫോം ആണ് ഫീൽഡ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡൈപോളിനെ എടുത്തു. ഞാൻ ഈ -q ചാർജ് ഇരിക്കുന്ന പോയിന്റിലെ ഫീൽഡിനെ ഇ എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പറയും അത് -QE ഫോഴ്സ് ആണ്, ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഫീൽഡ് വേരി ചെയ്യുകയാണ്. അപ്പോൾ എ എന്ന പോയിന്റിലെ ഫീൽഡ് അല്ല ബി എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡ്. ബി എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡിന് ഞാൻ E+DE എന്ന് മാർക്ക് ചെയ്തു. ഫീൽഡ് കൂടുതലാണ്, അതുകൊണ്ട് ആരോയുടെ ലെങ്ത് ഞാനൊന്ന് കൂട്ടി. DE ആണ്. അപ്പോൾ അവിടുത്തെ ഫോഴ്സും കൂടുതലാണ്. ഇതിനേക്കാൾ ഗ്രേറ്റർ ഫോഴ്സ് ആണ്. അപ്പോൾ എത്ര ഫോഴ്സ്? Q ടൈംസ് ഫീൽഡ് ആണ്. So what is the net force? What is the net force here? I repeat, this is a non-uniform field ആണ്. അപ്പം പോയിന്റ് ഫീൽഡിന്റെ ഇന്റൻസിറ്റി വേരി ചെയ്യാം. എയിലെ ഫീൽഡ് E ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ബിയിലെ ഫീൽഡ് E+D ആണെങ്കിൽ ഫോഴ്സസ് ആർ റെസ്പെക്റ്റീവ്ലി -QE ആൻഡ് +Q ടൈംസ് E+D. So the net force is നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര? Q times that is all, QE plus Q into DE plus -QE. So your answer is Q times D. So that will experience a net force. അവിടെ നെറ്റ് ഫോഴ്സ് ഉണ്ട്. In addition it experience a net torque. കാരണം about സെന്റർ എടുത്താൽ നിങ്ങൾക്ക് രണ്ട് ടോർക്ക് കിട്ടും. ഇവനുണ്ടാക്കുന്ന ഒരു ടോർക്ക്. ടോർക്കിന്റെ ഡയറക്ഷൻ P ക്രോസ് E ആണ്. P ക്രോസ് E ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. പിയും ഇയും ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പക്ഷെ ടോർക്ക് രണ്ട് ടോർക്കേ ഉള്ളൂ. ഒന്നുകിൽ ക്ലോക്ക് വൈസ് ടോർക്ക് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക്. അപ്പോൾ അത് ഓർത്തോളണം. പിയും ഇയും തമ്മിലുള്ള ആംഗിൾ മാത്രം നിങ്ങൾ നോക്കിയാൽ ഇതാണ് പിയുടെ ആംഗിൾ. ഈ പിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത് ഇ ആണ്. അപ്പോൾ P ക്രോസ് E ആണ്. റൈറ്റ് ഹാൻഡ് ആ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്ക്രൂ റൂളോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോർക്കിൻ്റെ ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഐ റിപ്പീറ്റ്, ടോർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയറായി നമുക്കൊരു ഐഡിയ ഉണ്ട്. അതിൻ്റെ ക്ലാരിറ്റി വേണമെന്നുള്ളവരൊക്കെ റൊട്ടേഷണൽ ഡൈനാമിക്സിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ഒരു ഡൈപോളിനെ എടുത്തൊരു യൂണിഫോം ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. ബട്ട് ഇറ്റ് എക്സ്പീരിയൻസ് എ ടോർക്ക് ദാറ്റ് ഈസ് P cross E. When the same dipole is kept in a non-uniform field, it experiences both force and torque. കാരണം അവിടെ നെറ്റ് ഫോഴ്സ് 0 ആവത്തില്ല. അപ്പോൾ ഇവിടെ ഫോഴ്സ് 0, ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഇൻ എ നോൺ യൂണിഫോം ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് ബോത്ത് ഫോഴ്സ് ആൻഡ് ടോർക്ക്. അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ ഇന്ന് ഇതിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഡൈപോൾ വരെയുള്ള എല്ലാ ഡിസ്കഷനുമായി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോയിലേക്ക് എൻ്റർ ചെയ്യും. ഗൂസ് ലോ എന്ന് പറയുന്ന ലോയിലേക്ക്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും കറക്റ്റ് ചെയ്തിരിക്കണം. നോട്ട്സ് ഇതുവരെയുള്ള ഈ ഫൈനൽ പേജ് എഴുതി സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ.